നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിലും അതിനോടനുബന്ധിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തികളിലും കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായി ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നു. ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്ന ഓരോ പ്രവൃത്തിക്കും 40% വരെ കമ്മീഷൻ ഈടാക്കിയെന്നാണ് ക്ഷേത്ര പരിസരത്ത് ജോലി ചെയ്തിരുന്ന ജീവനക്കാരും കരാറുകാരും വെളിപ്പെടുത്തിയിരിക്കുന്നത്. വ്യാജമായി കടലാസുകളിൽ ഉയർന്ന തുക രേഖപ്പെടുത്തി കരാറുകാർക്ക് പണം നൽകുകയും പിന്നീട് ഈ തുകയിൽ വലിയൊരു പങ്ക് കമ്മീഷനായി തിരികെ വാങ്ങുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ വലിയ സാമ്പത്തിക ഇടപാടുകളെയും കമ്മീഷൻ കൈപ്പറ്റലിനെയും കുറിച്ച് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയായിരുന്ന ചമ്പത് റായ്ക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നുവെന്ന് ആരോപണമുണ്ട്. ചമ്പത് റായുടെ അടുത്ത അനുയായിയും ഡ്രൈവറുമായ ടിന്നു യാദവ് വഴിയാണ് ഈ പണപ്പിരിവുകൾ മുഴുവൻ നടത്തിയിരുന്നതെന്നാണ് ക്ഷേത്ര പരിസരത്ത് ജോലി ചെയ്തവർ വെളിപ്പെടുത്തുന്നത്. ഇതിനു പുറമെ ക്ഷേത്രത്തിലേക്ക് ഭക്തർ നൽകുന്ന സംഭാവന കൃത്യമായി തട്ടിയെടുക്കാൻ ചില ജീവനക്കാർക്ക് പ്രത്യേക പരിശീലനം നൽകിയിരുന്നതായി ആക്ഷേപമുണ്ട്. ഈ സംഭാവന തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർ ഗോപാൽ റാവു നിലവിൽ അയോധ്യ വിട്ടുപോയതായും അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. ഒരു പ്രമുഖ വാർത്താ ചാനൽ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിലൂടെയാണ് സംഭാവന തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഈ വിവരങ്ങൾ ആദ്യമായി പുറം ലോകമറിഞ്ഞത്. ഈ വിഷയത്തിൽ വാർത്താ സമ്മേളനം നടത്തിയ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ട്രസ്റ്റിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി രംഗത്ത് വന്നു. അയോധ്യയിലെ അഴിമതികൾ ഇപ്പോൾ തുടങ്ങിയതല്ലെന്നും 2021 മുതൽ തന്നെ ഭൂമി ഇടപാടുകളിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. വെറും 2 കോടി രൂപ മാത്രം വിലമതിക്കുന്ന ഒരു ഭൂമി 10 മിനിറ്റിനുള്ളിൽ 18 കോടി രൂപയ്ക്കാണ് ടെമ്പിൾ ട്രസ്റ്റ് വാങ്ങിയത്. സമാനമായ രീതിയിൽ 3 കോടിയുടെ ഭൂമി 24 കോടിക്കും 9 കോടിയുടെ ഭൂമി 55 കോടിക്കും 14 കോടി രൂപയുടെ ഭൂമി 95 കോടി രൂപയ്ക്കും ട്രസ്റ്റ് വാങ്ങിക്കൂട്ടി. ഈ വൻ ഭൂമി ഇടപാടുകളുടെയും പണക്കൈമാറ്റത്തിന്റെയും ഔദ്യോഗിക രേഖകൾ നിലവിൽ പൊതുസമൂഹത്തിന് മുന്നിലുണ്ടെന്നും കേജ്രിവാൾ ചൂണ്ടിക്കാണിച്ചു. ക്ഷേത്ര നിർമ്മാണത്തിനായുള്ള ടെൻഡറുകൾ അനുവദിച്ചതിലും വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. ടെൻഡർ തുകയുടെ 40% കമ്മീഷനായി ഉദ്യോഗസ്ഥരും നേതാക്കളും കൈപ്പറ്റിയെന്ന് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച എഞ്ചിനീയർമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതിലൂടെ മനുഷ്യരെ മാത്രമല്ല ദൈവത്തെ തന്നെയാണ് ഇവർ വഞ്ചിച്ചിരിക്കുന്നത്. കൂടാതെ ഭക്തർ ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ച വിലപിടിപ്പുള്ള പല വസ്തുക്കളും സ്വർണവും നിലവിൽ കാണാതായിട്ടുണ്ടെന്നും കേജ്രിവാൾ ആരോപിച്ചു. ഗോവ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് സാധാരണക്കാരായ ഭക്തർ തങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ വിഹിതമാണ് അങ്ങേയറ്റത്തെ ഭക്തിയോടെയും വിശ്വാസത്തോടെയും ഈ ക്ഷേത്രത്തിനായി നൽകിയത്. എന്നാൽ ആ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് കോടികളുടെ അഴിമതി നടത്തിയ വാർത്തകൾ പുറത്തുവരുന്നത് ഭക്തജനങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.